ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക ലഗ്നവും ഈ ലഗ്നത്തിന്റെ സ്വഭാവങ്ങളും, അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് കുംഭമാസം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രാശിചക്രത്തിലെ 8ാമത്തെ രാശിയാണ് വൃശ്ചിക രാശി. ഇത് 150 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇവർ ഈ രാശിയാവട്ടെ സ്ഥിരരാശിയും സ്ത്രീ രാശിയും ശീർഷോദയ രാശിയും പകൽ രാശിയുമാണ്. മാത്രവുമല്ല ജലരാശിയുമാണ്. ഈ രാശിയിലുള്ളവർ, അതായത് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2 നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. ഇനി ഇവരാണെങ്കിൽ സ്ഥിര പ്രകൃതി ഉള്ളവരാണ്. ഇവരുടെ പ്രതീകമാകട്ടെ തേളാണ്. ആത്മവിശ്വാസം കൂടുതലായത് കാരണം ആർക്കും വഴങ്ങുന്ന സ്വഭാവക്കാരല്ല ഇവർ. നല്ല പ്രതിഭാശാലികളായിരിക്കും. ലക്ഷ്യബോധം കൂടിയവരായതുകൊണ്ട് ഏത് പ്രവർത്തനങ്ങളെയും ഏത് പ്രതിബന്ധങ്ങളെയും വകവയ്ക്കാതെ പ്രവർത്തന വിജയം നേടുന്നതിന് അങ്ങേയറ്റം ഇവർ പരിശ്രമിക്കുന്നതാണ്. ഇവർക്ക് ദയാശീലവും സ്ഥിരോത്സാഹവും വളരെ കൂടുതലായിരിക്കും. സ്വാതന്ത്ര്യബോധം, രഹസ്യങ്ങളെ രഹസ്യമാക്കി സൂക്ഷിക്കുന്നതിനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ചതിക്കുന്നവരെ അതേ പ്രകാരത്തിൽ തിരിച്ച് അവർക്ക് ചതി ചെയ്യുവാനും ഇവർ മടിക്കില്ല. അതിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ പ്രതികരണം. മറ്റുള്ളവരെ കളിയാക്കുന്നതിനും കുത്തുവാക്ക് പറയുന്നതിനും പ്രത്യേക കഴിവുണ്ടായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അസ്ഥിരതയുണ്ടാവും. പരസ്പര ബന്ധമില്ലാത്ത തൊഴിലുകളിൽ നിന്ന് ധനലാഭം ഉണ്ടാക്കും. പൊതുവെ മിതഭാഷികളായ ഈ രാശിക്കാർ അർത്ഥരഹിതമായ സംഭാഷണത്തിൽ ഏർപ്പെടുകയേയില്ല. അവിചാരിതമായി രഹസ്യ അല്ലെങ്കിൽ പ്രേമ ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. ഇണയ്ക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകും. ഒന്നിനെയും നിഷേധിക്കയില്ലെങ്കിലും ഒന്നിനെയും പൂർണ്ണമായി ഇവർ വിശ്വസിക്കുകയില്ല. പ്രതാപവും പ്രൗഢിയും എപ്പോഴും നിലനിർത്തും. എല്ലായിടത്തും തൻ്റെ അധികാരം നിലനിർത്തണമെന്ന ആഗ്രഹം ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് നിഗൂഢ ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരിക്കും. ഇവർക്ക് പാപയോഗമോ ദൃഷ്ടിയോ വന്നാൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. നിയന്ത്രണാതീതമായ കോപവും കുത്തുവാക്കുകൾ പറയുകയും അതുപോലെ തന്നെ സ്വാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ്. അടുക്കള, പൊട്ടക്കിണർ, ഓടകൾ, അതുപോലെ തന്നെ അറവുശാല, സ്ഫോടക വസ്തുക്കൾ, പടക്കം, ഇറച്ചി വിൽക്കുന്ന ചന്തകള്, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ലാബറട്ടറി, ശ്മശാനം ഇവയും രസതന്ത്രം, ഔഷധം, മോട്ടോർ എഞ്ചിനുകൾ, ചായ, കാപ്പി, പുകയില, ചെസ്, ടിന്ന്, ശർക്കര, ആന, ഇൻഷുറൻസ് ഇവയുമായി ബന്ധപ്പെട്ട ജോലികളും, രഹസ്യ പോലീസ്, സൈനികർ, ദന്ത ഡോക്ടർ, പട്ടാളക്കാർ, നേവി ഉദ്യോഗസ്ഥന്മാർ, ഇരുമ്പ് ഖനി തൊഴിലാളികൾ, ബാർബർമാർ ഇവരൊക്കെ ഈ ലഗ്നത്തിൽ പെട്ടവരായിരിക്കും. ഈ ലഗ്നത്തിൽ പിറന്ന സ്ത്രീകൾ ഇണയുമായി കലഹിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ ഇണയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് നടക്കും. സ്നേഹവും പ്രത്യക്ഷത്തിൽ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. തൻ്റെ ഇണയിൽ നിന്ന് എപ്പോഴും അംഗീകാരവും പ്രശംസയൊക്കെ ലഭിക്കണമെന്ന് വല്ലാതെ മോഹിക്കുന്നവരാണ് ഈ കൂട്ടർ. ഇവരുടെ യോഗ കാരക ഗ്രഹം ചന്ദ്രനാണ്. ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. ചന്ദ്രന്റെ രത്നമായ മുത്ത് ഇവർക്ക് ധരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണഫലങ്ങൾ നൽകും. ഈ രാശിയുടെ അധിപൻ ഭദ്രകാളി ആയതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ചന്ദ്രൻ നീചമായതുകൊണ്ട്, ഈ രാശിയിൽ ചന്ദ്രന് നീച സ്വഭാവമുള്ളത് കൊണ്ട് മുത്ത് ധരിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും.
ഇവർക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുവാൻ, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ലഗ്നാധിപനായ ഭദ്രകാളിയെ അമ്മയെ പ്രാർത്ഥിക്കുന്നത്, നീചരസ്ഥനായ ചന്ദ്രന് വേണ്ടിയിട്ട് മുത്ത് ധരിക്കുന്നത്, അതുപോലെ മാണിക്യം ധരിക്കുന്നത്, ചെമ്പവിഴം ധരിക്കുന്നതൊക്കെ ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരും. തിങ്കളാഴ്ച ദിവസം എപ്പോഴും ഒരു ശുഭ ദിവസമായി കണക്കാക്കാം. വൃശ്ചികത്തിന്റെ ആദിയദ്രേക്കാണമാണെങ്കിലോ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലാത്ത സമുദ്രത്തിൽ നിന്നും കരയ്ക്ക് കയറി വരുന്ന സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട ചാരത്തോടു കൂടിയവളും അതുപോലെ തന്നെ സ്ഥാനഭ്രംശം വന്ന സുന്ദരിയുമായ ഒരു സ്ത്രീയാണ് ആദ്യദ്രേക്കാണം. ഇത് സർപ്പദ്രേക്കാണവും ക്രൂരദ്രേക്കാണവുമാണ്. മധ്യദ്രേക്കാണമാണെങ്കിലോ ആമയെയും കൂടത്തെയും പോലെയുള്ള ശരീരമുള്ളവളും ശരീരത്തിൽ പാമ്പ് ചുറ്റിയവളും ഇണയ്ക്ക് വേണ്ടി സ്ഥാപന സുഖാദികൾ ആഗ്രഹിക്കുന്നവളുമായ ഒരു സ്ത്രീയാണ് മധ്യദ്രേക്കാണം. അന്ത്യദ്രേക്കാണമാവട്ടെ തടിച്ചതും പതിഞ്ഞതും ആമ പോലെയുള്ളതുമായ മുഖത്തോടു കൂടിയതും ഇങ്ങനെ നായ, മാൻ, പന്നി, കുറുക്കൻ ഇവയെ പേടിപ്പിക്കുന്നവനും മലമ്പ്രദേശത്തെ ഭരിക്കുന്നവരുമായ സിംഹത്തിന്റെ ആകൃതിയുള്ള ഒരു പുരുഷനായിരിക്കും അന്ത്യദ്രേക്കാണം. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഈ കുംഭമാസത്തിൽ ഉണ്ടാവുന്നത്? കുംഭമാസത്തിലെ ശിവരാത്രി 26/2/2025 ശരിക്കും പൂർണ്ണ വ്രത ഉപവാസം എടുത്തുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഉറക്കൊളിക്കുന്നൊക്കെ നല്ലതാണ്. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരും. ഭഗവാൻ ഒരു കുവളത്തിലെങ്കിലും സമർപ്പിക്കുക. അതുപോലെ തന്നെ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അതുപോലെ പ്രധാന ദിവസമായ മകം, കുംഭത്തിലെ മകം 12/3/2025 ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് ദീപം തെളിച്ച് ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. അതുപോലെ ആറ്റുകാൽ പൊങ്കാല നാളിൽ മനസ്സുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതും ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യും. എല്ലാ ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന, ഭദ്രകാളി ഉപാസിക്കുന്ന, ഭദ്രകാളി പത്ത് ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കും. ഇനി കുംഭമാസത്തില് ഇവർക്ക് വന്നു ചേരാവുന്ന ഫലങ്ങൾ, കണ്ടകശനി നടക്കുന്നത് കൊണ്ട് അല്പം ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ധർമ്മശാസ്താവിനെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്ന നന്നായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രയാസപ്പെട്ട് നേടിയെടുക്കും. ശത്രുക്കൾ വർദ്ധിക്കും. വാക്തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അതുപോലെ മാതാവിന് രോഗാരിഷ്ടതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ത്വക്ക് രോഗവും ഉദരരോഗവും ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ പ്രാർത്ഥനകളോടുകൂടി നമുക്ക് പഞ്ചാക്ഷരി ജപിക്കുന്നതോടുകൂടി, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരാതീർത്ഥം സേവിക്കുന്നതോടുകൂടി ഒക്കെ കുറച്ച് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുകയും വേണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവുണ്ടാവും. നാഗദേവതകൾക്ക് ആയില്യപൂജ നടത്തുകയും അതുപോലെ തന്നെ ശിവങ്കൽ ജലധാരയും പിൻവിളക്കും കൂവളമാലയും ഒക്കെ സമർപ്പിച്ച് ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുവാനിടയുണ്ട്. പിണങ്ങി നിന്നവരെ പതുക്കെ ഇണക്കി കൊണ്ടുവരുവാൻ സാധിക്കും. പുതിയ കർമ്മങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യമൊക്കെ വന്നു തരും. അപ്പോൾ പൊതുവെ എല്ലാ നന്മകളും അനുഭവയോഗ്യമാകുന്നതിന് ശിവപഞ്ചാക്ഷരി ജപിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. മകം നാളിൽ അമ്മേ നാരായണ ജപിക്കുന്നതും ഭരണി നാളിൽ ഭദ്രകാളി പത്ത് ജപിക്കുന്നതും ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യും. വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.